അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബുസ്സുലാൽ മഴമേഘങ്ങൾ ക്ലിപ്പ് നമ്പർ 4. കഴിഞ്ഞ പാഠങ്ങളിൽ ഖബറിൽ ചോദ്യമുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന വസ്തുതകൾ നാം പഠിച്ചു. ഖബറിൽ ചോദിക്കുന്നത് 2 മലക്കുകളാണ്. ആ മലക്കുകൾ 2 പേർ ചോദ്യം ചെയ്യുമെന്നും അവരുടെ പേർ മുങ്കർ നക്കീർ അലൈഹിമസ്സലാം ആണെന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇമാം തുർമുദി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിൽ ഇങ്ങനെ കാണാം: ഇദാ ഖുബിറൽ മയ്യിത്തു അതാഹു മലക്കാനി അസ്വദാനി അസ്റഖാനി. മയ്യത്ത് മറമാടപ്പെട്ടാൽ 2 മലക്കുകൾ അദ്ദേഹത്തെ സമീപിക്കുന്നു. നല്ല കറുകറുത്തവരാണവർ. അസ്റഖാനി, ചെമ്പിച്ച നിറമുള്ള കണ്ണുള്ളവരാണവർ. യുഖാലു ലി അഹദിഹിമ അൽ മുങ്കറു വലിൽ ആഖരി അൻ നക്കീറു. ഒരാളുടെ പേര് മുങ്കർ, മറ്റേയാളുടെ പേര് നക്കീർ. അപ്പോൾ മുങ്കർ നക്കീർ അലൈഹിമസ്സലാം എന്നീ 2 മലക്കുകളാണ് വിചാരണ ചെയ്യുന്നതിന്, ഖബറിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വരുന്നത്. ആ 2 മലക്കുകൾ അയ്യുനുഹുമാ ഖുദൂരിൻ നുഹാസി, ചെമ്പിൻ്റെ ചട്ടികളെപ്പോലെ നിറം ചെമ്പിച്ച തുറിച്ച കണ്ണുകളുള്ളവരാണവർ. വഅസ്വാതുഹുമാ കർറഅദി, അവർ ഇരുവരുടെയും സൗണ്ട് ഇടിവെട്ടുന്നത് പോലെയാണ്. ഇദാ തകല്ലമാ യഖ്റുജു മിൻ അഫ്വാഹിഹിമാ കന്നാർ. 2 പേരും സംസാരിക്കുമ്പോൾ തീഗോളം പോലെ അവരുടെ വായകളിൽ നിന്ന് അവ ഉരുണ്ട് പുറത്തേക്ക് വരുന്നു. ബിയദി കുല്ലി വാഹിദിൻ മിൻഹുമാ മിത്റാഖും മിൻ ഹദീദ്. ഇരുവരുടെയും കൈവശം ഇരുമ്പിൻ്റെ ദണ്ഡ് ഉണ്ടാകും. ലൗ ളുരിബ ബിഹിൽ ജിബാലു ലദാബത്. ആ ദണ്ഡ് കൊണ്ട് മലകളെ, പർവ്വതത്തെ അടിക്കുകയാണെങ്കിൽ ഉരുകിപ്പോകും. അങ്ങനെയുള്ള 2 മലക്കുകൾ വിചാരണ ചെയ്യും, ചോദ്യം ചെയ്യും. എന്താണ് ചോദ്യം ചെയ്യുക, എങ്ങനെയാണ് ഇരുത്തിയിട്ടാണ് ചോദ്യം ചെയ്യുക എന്നതെല്ലാം നാം പഠിച്ചുവല്ലോ. ആ 2 മലക്കുകളെ സംബന്ധിച്ചാണ് ഇപ്പോൾ നാം ഇവിടെ പഠിപ്പിക്കുന്നത്. 2 മലക്കുകൾ എല്ലാ ഖബറുകളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയത്ത് കോടാനകോടി മനുഷ്യന്മാർ ജീവിക്കുന്നതിൽ എത്രയോ ലക്ഷങ്ങൾ ഒരേ സമയത്ത് മരിച്ചു പോകുന്നു, ഒരേ സമയത്ത് ഖബറടക്കപ്പെടുന്നു. ഈ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലും ദിശകളിലുമുള്ള ഖബറുകളിലെല്ലാം എത്തുന്നത് ആകെ 2 മലക്കുകളാണോ? അതല്ല കുറേ അധികം ഖബറാളികളോട് 2 മലക്കുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എല്ലാവരോടും ചോദിക്കുകയാണോ? അതല്ല, ഈ മലക്കുകൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണ്. അതിൽ ആ പേരുകളുള്ള 2 മലക്കുകളുണ്ട്, 2 തരം മലക്കുകളുണ്ട് എന്നതാണോ? വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉലമായിനുണ്ട്. ഇമാം ഖുർത്തുബിയുടെ പക്ഷം മലക്കുകൾ അവരുടെ ബോഡി വളരെ വലുതാവുകയും വയുഖാത്തിബാനിൽ ഖൽഖൽ കസീറ മുഖാത്തബത്തൻ വാഹിദ, ഒരുപാട് പടപ്പുകളോട്, സൃഷ്ടികളോട് ഒരേ സമയത്ത് ഒറ്റ വിചാരണ നടത്തുകയും ചെയ്യുന്നു എന്നാണ് ഇമാം ഖുർത്തുബിയുടെ അഭിപ്രായം. എന്നാൽ നമ്മുടെ ഗ്രന്ഥത്തിൻ്റെ കർത്താവായ ഹാഫിദ് ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നത് വയഹ്തമിലു തഅദ്ദുദുൽ മലായികത്തിൽ മുഅദ്ദത്തിൽ ദാലിക. ഈ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട മലക്കുകളുടെ എണ്ണം നിരവധി ഉണ്ടാകും, ധാരാളം മലക്കുകളുണ്ടാകും. അപ്പോൾ മുങ്കർ നക്കീർ എന്നുള്ളത് ഖബറിൽ ചോദ്യം ചെയ്യാനുള്ള മലക്കുകളുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണ്. ആ അഭിപ്രായത്തിലേക്ക് ഇമാം ഹലീമി തൻ്റെ മിൻഹാജിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വല്ലദി യശ്ബഹു അൻ യകൂന മലായികത്തു സുആലി ജമാഅത്തൻ കസീറത്തൻ. വല്ലദി യശ്ബഹു അൻ യകൂന മലായികത്തു സുആലി, ഖബറിൽ ചോദ്യം ചെയ്യുന്ന മലക്കുകൾ ജമാഅത്തൻ കസീറത്തൻ, ഒരു വലിയ സംഘം ആണ് എന്നതാണ് ബലപ്പെട്ട അഭിപ്രായം. വയുസമ്മ ബഅലുഹും മുങ്കറൻ വബഅലുഹും നക്കീറൻ. ചിലർക്ക് നക്കീർ, ചിലർക്ക് മുങ്കറി എന്നീ പേരുകളുണ്ട്. ഫയുബഅസു ഇലാ കുല്ലി മയ്യിത്തിൻ, ഓരോ മയ്യത്തിലേക്കും ആ സംഘത്തിൽപ്പെട്ട ഈ 2 പേരെ നിയോഗിക്കുന്നു എന്നതാണ് ഹലീമിയുടെ അഭിപ്രായം. ജൗഹറത്ത് തൗഹീദിൻ്റെ ഹാഷിയിൽ
ഇമാം ബാജൂരി ഇബ്രാഹിമുൽ ബാജൂരി തങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു സംശയം, ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരേ സമയത്ത് മരിക്കുകയും വിവിധ നാടുകളിൽ മറമാടുകയും ചെയ്യുമ്പോൾ അവിടെ എല്ലായിടത്തും ഈ മലക്കുകൾ എത്തുക എന്നത് എങ്ങനെയാണ്? അത് പ്രകാശ സൃഷ്ടികളായ മലക്കുകൾ എത്തുക എന്നതിൽ മലക്കുൽ മൗത്ത് ഇസ്രായേൽ എത്തുന്നത് പോലെ മലക്കുകളെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ അതൊരു പ്രയാസമുള്ള സംഗതിയല്ല. അവരുടെ സഞ്ചാരത്തിന് പ്രകാശവേഗതയാണല്ലോ. ഇനി വയുംകിനു അൻ യുഖാല ഹിക്മത്തുൽ ഇസ്നൈനി, എന്തിനാണ് രണ്ടാൾ ചോദ്യം ചെയ്യുന്നത്? ഒരാൾ ചോദിച്ചാൽ പോരെ, എന്നാൽ ഒരു മലക്ക് വിചാരണ ചെയ്താൽ പോരെ, എന്തിനീ രണ്ട് മലക്കുകൾ? അതിനുള്ള മറുപടി, രണ്ട് മലക്കുകൾ രണ്ട് സാക്ഷികളുടെ സ്ഥാനത്താണ്. ഇദ്ദേഹം പറയുന്നത് ഒരു മലക്ക് ചോദിക്കുന്നു, മറ്റേ മലക്ക് സാക്ഷിയാകുന്നു, രണ്ടുപേരും ചോദിക്കുന്നു, രണ്ടുപേരും സാക്ഷികളാകുന്നു. ഇങ്ങനെയുള്ള രണ്ട് സാക്ഷികളുടെ സ്ഥാനത്തായത് കൊണ്ടാണ് ചോദ്യം ചെയ്യുന്നതിന് രണ്ട് മലക്കുകളെ അല്ലാഹു തആല നിർണയിക്കാനും നിയോഗിക്കാനുമുള്ള കാരണം. ചുരുക്കത്തിൽ മുൻകർ നക്കീർ അലൈഹിമുസ്സലാം എന്ന രണ്ട് മലക്കുകൾ സകല ഖബറാളികളോടും ചോദ്യം ചെയ്യും. മുഅ്മിനീങ്ങളോട് ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന മലക്കുകൾക്ക് മുൻകർ നക്കീർ എന്നല്ല മുബശ്ശിർ ബഷീർ എന്നാണ് പേര് എന്ന് അഭിപ്രായപ്പെട്ട ഉലമാ ഉണ്ട്. അവിശ്വാസികളോടും മുഅ്മിനീങ്ങളോടും മുനാഫിക്കുകളോടും എല്ലാവരോടും ചോദ്യമുണ്ട്. പക്ഷെ മുഅ്മിനീങ്ങളോട് ചോദ്യം ചെയ്യുകയും മുഅ്മിനീങ്ങൾ മറുപടി പറയുകയും ചെയ്താൽ അവർ മൃദുലമായ സ്വഭാവത്തിലും ശൈലിയിലുമാണ് അവരോട് സംസാരിക്കുക. നം കനൗമത്തിൽ അറൂസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉറക്കിക്കിടത്തിയിട്ടാണ് ആ മലക്കുകൾ സന്തോഷത്തോടെ പിരിഞ്ഞു പോവുക. മലക്കുകൾ വന്നുകൊണ്ട് വിചാരണ ചെയ്യുമ്പോൾ മർറബ്ബുക എന്ന് ചോദിക്കുമ്പോൾ അവിശ്വാസികൾ, ആ തെറ്റുകുറ്റക്കാരായ ആളുകൾ ലാ അദ്രി, ഒരു ശബ്ദത്തോടുകൂടി ഭീകരമായ സൗണ്ടോടുകൂടി എനിക്കതിനറിയില്ല എന്നായിരിക്കും മറുപടി. അല്ലാഹു തആല ഖദമുറപ്പിക്കുന്ന യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത് എന്ന കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.